AK സാജൻ എഴുതി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് റിലീസായിട്ടുള്ള ഏറ്റവും പുതിയ സിനിമ വരവ്. ഇങ്ങനൊരു പേരല്ലാതെ ഈ സിനിമയ്ക്ക് മറ്റൊരു പേരും ഇടാൻ പറ്റില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സാംസിയസ് ആണ് സംഗീതം ഒരുക്കിയിട്ടുള്ളത്. DOP S ശരവണനാണ്, എഡിറ്റർ ഷമീർ മുഹമ്മദ് ആണ്, സ്റ്റൺസ് ചെയ്തിരിക്കുന്നത് സ്റ്റൺ സിൽവ, കലേ കിങ്സൺ, ഫീനിക്സ് പ്രഭു, രാജശേഖർ മാസ്റ്റർ, തവസി രാജ്, മാഫിയ ശശി, ജാക്കി ജോൺസൺ തുടങ്ങിയ ഒരു വലിയ നിരയാണ് ആക്ഷൻ ചെയ്തിട്ടുള്ളത്. ഇതിലും കുറച്ച് ആൾക്കാരെ അഭിനയിക്കാനുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ജോജു ജോർജ്, അർജുൻ അശോകൻ, മുരളി ഗോപി, ബൈജു, ബാബുരാജ്, പിന്നെ സുകന്യ, സാനി അയ്യപ്പൻ, പിന്നെയും കുറെ നമുക്ക് അറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള കുറെ ഫേസസ് ഉണ്ട്. സ്ക്രീനിൽ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. മൊത്തം സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഈ സിനിമയുടെ പേര് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്, വരവ്. വരവ് എന്ന് പറയുമ്പോൾ കുറച്ച് ആളുകൾക്ക് ഈ പ്രാദേശികമായിട്ട് ഭാഷാഭേദങ്ങൾ വരുമല്ലോ. നമ്മൾ ഈ സാധാരണ സ്വർണ്ണം കൊണ്ട് വന്നു കഴിഞ്ഞാൽ വരവാന്നേ എന്ന് പറയും. ചില മീൻ കാണുന്ന സമയത്ത് ഒക്കെ വരവാന്നേ എന്ന് പറയും. അങ്ങനത്തെ ഒരു വരവാണ് ഈ ഓൾ പാക്കേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. സിനിമ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നൊരു ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ സിനിമയുടെ ഭീകരതയും പിന്നെ മാസവും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു സാധനമാണ്. ആദ്യം മുള്ളു കാണിക്കും, പിന്നെ പെരുമ്പാമ്പിനെ കാണിക്കും, അത് കഴിഞ്ഞ് തേളിനെ കാണിക്കും. ഇത്രയും ജീവികൾ, ഇതെന്ത് വലിയ കൊടുങ്കാടോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അതൊരു പ്രദേശത്തേക്ക് പോവാണ്. അവിടെ വെച്ചിട്ട് ആണ് ഫൈറ്റും സാധനമൊക്കെ വരുന്നത്. ആ സമയത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേട്ടപ്പോൾ തുണിയലക്ക എന്ന് പറയുന്ന പോലെയാണ് ഫീൽ ചെയ്തത്. ചിലപ്പോൾ അതിനകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. അവിടെ മുതലേ നമ്മളിതിൽ പ്രതീക്ഷിക്കേണ്ട ഒരു വിഷ്വൽ ലാംഗ്വേജും അതുപോലെ ഇതിൻ്റെ ഒരു മ്യൂസിക്കിൻ്റെ പോക്കൊക്കെ ഏകദേശം മനസ്സിലാവുന്നുണ്ട്. സാംസിയസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മ്യൂസിക് ഡയറക്ടറായിരുന്നു. പക്ഷേ ഈ സിനിമയിൽ ഞാൻ വളരെ അൺസാറ്റിസ്ഫൈഡ് ആണ്. ഇതിൻ്റെ മ്യൂസിക്കിനെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ വരവ എന്ന് പറയാൻ തോന്നുന്ന പോലത്തെ ഒരു ഫീലാണ് ത്രൂ ഔട്ട് ദ മൂവി. ഇതിനകത്ത് കുറേ പാട്ടുകളൊക്കെ കുത്തി കയറ്റിയിട്ടുണ്ട്. തുടക്കത്തിൽ ആദ്യം ഒരു അമ്പലത്തിൽ വെച്ചിട്ടൊരു ഉത്സവത്തിന്റെ പാട്ടും പരിപാടിയൊക്കെ ഉണ്ട്. ആ പാട്ട് എന്തിനായിരുന്നു, എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിരുന്നു എന്നുള്ളത് അറിയുമ്പോൾ ഓഹോ എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നിയപ്പോൾ വേറെ കുറെ സാധനങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഈ ബൈക്ക് റേസ് ചെയ്യുന്നവരും ഓഫ് റോഡ് 4-വീലർ കൊണ്ട് നടക്കുന്ന ആളുകളൊക്കെ ഗുണ്ടകളാണ് എന്ന് ഇവർ ചിന്തിക്കാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ ഇവർ കള്ളക്കടത്ത് മാഫിയയുടെ ആളുകളാണെന്നൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത് എനിക്കറിയില്ല കേട്ടോ. ഷാജി കൈലാസിന് ഇപ്പോഴും എങ്ങനെയാണ് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നതെന്ന്. പണ്ടൊക്കെ ആണെങ്കിൽ കോട്ടിട്ട് മറ്റേ റൗണ്ട് കറുത്ത തൊപ്പി വെച്ച് അവൻ വില്ലനാണ്, ഗുണ്ടയാണ്, അല്ലെങ്കിൽ മറ്റേ മയക്കുമരുന്ന് കടത്ത് പരിപാടിയൊക്കെയാണ്, കമ്മലിട്ട് കഴിഞ്ഞാൽ ചെയിൻ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണെന്നാ. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മളിവിടെ എത്തുമ്പോഴും ഇതിനകത്ത് കുറച്ച് ഗുണ്ടകളൊക്കെ ഉണ്ട്. അപ്പം മറ്റേ ബൈക്ക് സ്റ്റൺസ് ഒക്കെ കാണിച്ചിട്ട് ഇവരിങ്ങനെ പാഞ്ഞു പോവാണ്. ആ ബൈക്കിന്റെ സൗണ്ട് മാക്സിമം ഇട്ട് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഇവന്മാരൊക്കെ കൊള്ളില്ലാത്തരാ എന്നുള്ള തോന്നൽ ഉണ്ടാക്കിച്ചിട്ട് ഇവർ ഹെൽമെറ്റ് അഴിക്കുമ്പോണ്ടല്ലോ, എന്റെയൊക്കെ പറയുന്നുണ്ടോ, നമ്മൾ ഏജ് വെച്ച് കളിയാക്കുകയല്ല, പക്ഷേ ഭയങ്കര പ്രായമുള്ള ആൾക്കാർ. പക്ഷെ വണ്ടി ഓടിച്ച് ഇവർ ഹെൽമെറ്റ് ഇട്ട് പോകുന്ന സമയത്ത് ഞാൻ കാണുന്നത് എനിക്കത് കൊച്ചു പിള്ളേരായിട്ടാണ് തോന്നുന്നത്. പിന്നെ മുരളി ഗോപിയുടെ ശബ്ദമാണ് ഈ സിനിമയിലെ മറ്റൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. നന്നായിട്ട് പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവ്, ഇതിൽ നമ്മുടെ അർജുൻ അശോകന്റെ ഒരു കുളിസീൻ വരുന്നുണ്ട്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ എനിക്ക് വന്ദനം സിനിമയിൽ നീലത്തടാകത്തിൽ നീന്തി തുടിക്കുന്ന ഒരു അരയന്നമായി നീ അവളെ കണ്ടാടേ എന്ന് ചോദിക്കുന്ന പോലെ അങ്ങനെ അർജുൻ അശോകനെ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ കുളത്തിലാണെന്നുണ്ടെങ്കിൽ നിറയെ താമരകളൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഭംഗിയുള്ളൊരു തടാകം വേറെ കണ്ടിട്ടില്ല. അത് വളരെ മനോഹരമായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ വാണി വിശ്വനാഥിനെ കണ്ടു. അതിൽ തോന്നിയൊരു ചെറിയ പരിഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാളം പറയുമ്പോഴേ, അതായത് കർണാടകയിൽ നിന്നുള്ള ഒരാളാണ്, ഇവർക്ക് മലയാളം അറിയില്ല, മലയാളം പഠിച്ചു വരുന്നേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ IAS IPS ഉദ്യോഗസ്ഥരൊക്കെ മലയാളം പറയുമ്പോൾ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവുമല്ലോ. പക്ഷെ ഇത് മലയാളി ആയിട്ടുള്ള ഒരാള് കർണാടകക്കാരിയാണെന്ന് അഭിനയിച്ച് എന്നാൽ മലയാളം പഠിച്ചിട്ട് വരുന്നെന്ന് പറയുന്ന പോലെ, അതായത് ചായ കുടിച്ചോ ചേട്ടാ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇതര സംസ്ഥാനത്ത് നിന്ന് വന്നിട്ടുള്ള IAS IPS ഉദ്യോഗസ്ഥരുണ്ട്. അവർ മാക്സിമം ഒക്കെ പറയും. പക്ഷേ ഇതിനകത്ത് സായ കുടിച്ചോ സേട്ടാ എന്ന് പറയുന്ന ആ എക്സ്ട്രാ ഇടലുണ്ടല്ലോ, ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. അവരെ അങ്ങ് മലയാളിയായിട്ട് അവതരിപ്പിച്ചാൽ എന്താ കുഴപ്പം? ഈ സിനിമയ്ക്ക് എന്ത് മാറ്റം വരാനാണ്? പിന്നെ ഇതിലെ ഫൈറ്റ് സീക്വൻസുകൾ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ ഒരു ആശ്വാസമായിട്ട് എനിക്ക് തോന്നിയത്, കമ്പയർഡ് ടു ഓൾ ദി അതർ വരവ് തിങ്സ്, ഇതിനകത്ത് കുറച്ചൊക്കെ ഒരു ആശ്വാസമായിട്ട് തോന്നുന്നത് ഫൈറ്റാണ്. ജോയി ചേട്ടൻ ഇടിക്കുന്ന കാണുമ്പോൾ നമുക്ക് ആ ഒരു പഞ്ച് ഫീൽ ചെയ്യും. ഇങ്ങനെ നല്ല വെയിറ്റുള്ള ആൾക്കാരെയൊക്കെ കാലെ പിടിച്ച് വലിച്ചഴച്ചുകൊണ്ടൊക്കെ പോകുന്നുണ്ട്. അത് കാണുമ്പോൾ ജോജു അത് ചെയ്യും. ജോജുവിന് അതിനുള്ള ആരോഗ്യമുണ്ടെന്ന് പറയുന്ന ആ ഒരു വിഷ്വൽ സാധനം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ് കാണുന്നത്. കാരണം ഇപ്പോൾ ഷാജി കൈലാസിൻ്റെ തന്നെ സിനിമകളിലാണെങ്കിലും ഇടിക്ക് മുമ്പ് ലാലേട്ടനോ മമ്മൂക്കയോ മറ്റു താരങ്ങളോ ഒക്കെ മുണ്ട് മടക്കി കുത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മളെന്താ വിചാരിക്കുന്നത്, ഇത് സ്റ്റൈലാണെന്നല്ലേ. പക്ഷേ ജോജു ചേട്ടൻ ഇത് ചെയ്യുമ്പോഴാണ് സ്റ്റൈലിനപ്പുറത്തേക്ക് ഇതിനകത്തൊരു പ്രാക്ടിക്കാലിറ്റി ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. കാരണം മുണ്ട് അദ്ദേഹം രണ്ട് സൈഡിലേക്ക് ഒരു ഒറ്റ വിടർത്തലാണ്. വിടർത്തി കഴിഞ്ഞാൽ അദ്ദേഹം ഈ സിനിമയിൽ ഉടനീളം ഉപയോഗിച്ചിട്ടുള്ളത് വൈറ്റ് കളർ അണ്ടർവെയർ ആണ്. അപ്പം വായുസഞ്ചാരം ഉറപ്പുവരുത്തിയിട്ട് വേണം നമ്മൾ ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങാൻ എന്ന് പറയുന്ന പ്രാക്ടിക്കൽ സൈഡ് ഇതിനുണ്ട് എന്ന് ശരിക്കും നമുക്ക് കാണിച്ചു തരുന്ന ഒരു സിനിമയാണ്. ഈ ചാകാനുള്ളവരെല്ലാവരും അവർക്കൊന്നും ഒരു ആവശ്യവും ഇല്ലാഞ്ഞിട്ട് ഒരു സ്ഥലത്ത് സംസ്ഥാന സമ്മേളനം സംഘടിപ്പിച്ച് വന്ന് മരിക്കാൻ തീരുമാനിക്കുക എന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടിയൊക്കെ ഉണ്ട്. സത്യം പറയാലോ, ഇതിലെ
വളരെ പ്രധാനപ്പെട്ട ചില സീക്വൻസുകൾ വന്ന സമയത്ത് അതിനകത്ത് ഇമോഷനും ഫൈറ്റും ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ചിരിയാണ് വന്നത്. സിനിമ തുടങ്ങി വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ സിനിമയുടെ പേരും സിനിമയും തമ്മിലുള്ള ഒരു ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുന്നതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് നല്ല രസമായിട്ട് ജോളിയായിട്ടിരുന്ന് കണ്ടു. ആകെ മൊത്തത്തിൽ പറയാനുള്ളത് ഇപ്പം വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. കാരണം ഈ ക്യാരക്ടേഴ്സിനൊന്നും വലിയ അർത്ഥമോ ആഴമോ ഒന്നുമില്ല. വില്ലനുണ്ടോ? ഉണ്ട്. ദോണ്ടിരിക്കുന്നു വില്ലൻ. സൗണ്ടൊക്കെ കേട്ടോണ്ടല്ലോ, നടപ്പെന്നൊക്കെ പറഞ്ഞ സ്ലോ മോഷൻ. നായകനുണ്ട്. നായകനെല്ലാം മറ്റേ നഷ്ടപ്പെട്ടു വരുന്ന നായകനാണല്ലോ. അപ്പം മറ്റേ നായകന്റെ കൂട്ടുകാർ പിന്നെ ഭയങ്കര കൂട്ടുകാരൊക്കെ ഉണ്ട്. നമ്മൾ പഴയ സിനിമയിലൊക്കെ കണ്ടില്ല, അതുപോലത്തെ ഒരു കൂട്ടുകാരനുണ്ട്, അല്ലെങ്കിൽ കുറെ കൂട്ടുകാരുണ്ട്. നാട്ടുകാർ പെങ്ങളുണ്ടല്ലോ, ഉണ്ട് പാസത്തിനുള്ളതുണ്ട്, പിന്നെ പ്രേം ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. പക്ഷേ ഈ ക്യാരക്ടേഴ്സിനൊന്നും ആഴമില്ല. അതുകൊണ്ട് തന്നെ ക്യാരക്ടേഴ്സിനൊന്നും വെയിറ്റ് ഇല്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കാനുള്ള ഒരു ആരോഗ്യമെങ്കിലും വേണ്ടേ. പക്ഷേ കാറ്റടിച്ചാൽ പറന്നു പോകുന്ന പോലെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, വളരെ ഓവർ ഡൂയിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ക്യാമറ ഒരു സ്ഥലത്ത് ഇരിക്കണ്ടേ. പക്ഷെ ചില സമയത്ത് നല്ല ഷോട്ടാണല്ലോ എന്ന് തോന്നും. ചില സമയത്ത് ഒരാൾ കാറിലിരിക്കുകയാണ്, അയാളുടെ ചരിഞ്ഞിട്ടുള്ള ആംഗിളിൽ, കാര്യം നമ്മൾ മടങ്ങിയല്ലേ ഇരിക്കുക, അപ്പോൾ ശരീരം ഇങ്ങനെ ഒരു ഭയങ്കര കംപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സൈഡിൽ കൊണ്ടുപോയി ക്യാമറ വെച്ചിട്ട് ഒരു സാധനം ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്താണ് അതിൽ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആ ക്യാരക്ടറിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ് മനസ്സിലാവാം, മാഗ്നാനിമസ് അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ ഉപയോഗിക്കുന്ന ഡയലോഗുകളല്ലേ. അപ്പൊ അങ്ങനെ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണോ, അതോ ഇത് ഈ വ്യക്തിയാണ് നമുക്ക് മനസ്സിലാവാതിരിക്കാനാണോ, എന്തിനാണെന്ന് എനിക്കറിയില്ല. ഒരു കാറിന്റെ സീറ്റിലിരിക്കുന്ന ആളെ സീറ്റിൽ ക്യാമറ വെച്ചിട്ട് ഒരു ഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ കുറെ സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. എഡിറ്റിംഗും വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. ചില സമയത്ത് എനിക്ക് തോന്നി ഈ സിനിമയുടെ തിരക്കഥയിലോ ഇതിലെ പെർഫോമൻസുകളിലോ ഒന്നുമില്ലാത്ത ഒരു എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ക്യാമറ വളരെയധികം ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത്. എഡിറ്റിംഗ് മോശം പറയാനില്ല, കാരണം ഈ സിനിമയിൽ ഇവർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. മഞ്ഞുണ്ട്, പുകയുണ്ട്, ഒരു ബസ് ഇങ്ങനെ വളച്ചു നിർത്തിയിട്ട്, ഈ ബസ് വന്നതിന്റെ ഭാഗമായിട്ടുണ്ടായ പുകയാണ്. പക്ഷേ ഒരു പാളി, മറ്റേ ഓസോൺ പാളിയിൽ നിന്ന് ഇങ്ങനെ ഒരു കഷ്ണം അടർന്ന് വീണത് പോലെ റോഡിൽ ഇങ്ങനെ നിരന്ന് കിടപ്പുണ്ട്. അങ്ങനത്തെയൊക്കെ കുറെ മഞ്ഞ് കാണിക്കുന്നതാണെങ്കിലൊക്കെ അങ്ങനെ വാരിയിട്ടിട്ടുണ്ട്. വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള, ക്ലീഷേഡ് ആയിട്ടുള്ള, നമുക്കൊന്നും തന്നെ ഫീൽ ചെയ്യാത്ത രീതിയിലുള്ള കഥയും കഥപറച്ചിലും ഒക്കെ ഉണ്ട്. ഫൈറ്റ് ഭേദമാണ്. അത് ഭേദമാവുന്നത് ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഭേദം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ അത്യാവശ്യമൊക്കെ തമിഴ് സിനിമയൊക്കെ കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതിലെ ഫൈറ്റ് നിങ്ങളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുമോ എന്ന് എനിക്കറിയില്ല. എനിക്കൊരു എക്സൈറ്റ്മെന്റും ഫീൽ ചെയ്തില്ല. ആകെ മൊത്തത്തിൽ വരവെന്ന് പറയുമ്പോൾ പുറമെ സ്വർണ്ണമൊക്കെ പൂശിയിട്ടുണ്ടാവും, പക്ഷെ നമ്മളിതിന്റെ അകത്തേക്ക് നോക്കുമ്പോൾ, അത് വരച്ച് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒന്നുമില്ല എന്ന് പറയുന്ന പോലെ അങ്ങനെ തോന്നുമ്പോഴാണ്. ഈ സിനിമയും ജോജു ജോർജ് ഉണ്ട്, അദ്ദേഹം ഇങ്ങനെ മുണ്ടൊക്കെ മടക്കി കുത്തിയിട്ട് താഴെ നിന്ന് മുകളിലേക്ക് ക്യാമറ വെച്ചെടുത്തിട്ടുള്ള കുറെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നപ്പോൾ ഞാൻ ഒരു മാസ് സാധനമൊക്കെ പ്രതീക്ഷിച്ചു. ഷാജി കൈലാസിന്റെ ഒരു ശക്തമായ തിരിച്ചു വരവ് എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ തിരിച്ചില്ല, വരവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് സിനിമ കണ്ടു കഴിയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്കൊരു ഗംഭീര ആക്ഷൻ ത്രില്ലർ ഒരു സിനിമ ആവശ്യമാണ്. അങ്ങനെയുള്ള സിനിമകൾ വരിക. പൃഥ്വിരാജൊക്കെ പറഞ്ഞില്ലേ, അൺഅപ്പോളജറ്റിക്കലി ആക്ഷൻ മാസ് പടങ്ങൾ, അങ്ങനത്തെ ഹിറ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധായകനാണ് ഷാജി കൈലാസ് എന്ന് പറയുന്നത്. നമുക്കിപ്പം എല്ലാവരോടും കാലത്തിനൊപ്പം സഞ്ചരിക്കണം, മാറണം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ താൻ ഏറ്റവും നന്നായി പെർഫോം ചെയ്തിരുന്ന, തൻ്റെ പ്രൈം കാലഘട്ടത്തോടെങ്കിലും കിടപിടിക്കാൻ പറ്റുന്ന സിനിമകൾ ഉണ്ടാക്കണ്ടേ എന്നാണ് എനിക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഫീൽ ചെയ്തത്. കാരണം അദ്ദേഹത്തിന്റെ പ്രൈം സിനിമകളോട് പോലും അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഈ സിനിമയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെറും വരവായി പോയ ഒരു വരവ്. പക്ഷെ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇപ്പം സിനിമ എനിക്ക് ഇങ്ങനെയാണ് ഫീൽ ചെയ്തത്. നിങ്ങൾക്കിതൊരു ഗംഭീര സിനിമയായിരിക്കും. ലേലത്തിന് ശേഷം, വാഴുന്നോർക്ക് ശേഷം, നരസിംഹത്തിനും വല്യേട്ടനും ഒക്കെ ശേഷം മലയാളം കണ്ട ഏറ്റവും മാസ് ത്രില്ലർ എന്റർടൈനർ ഉഫ്തി എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ അത്തരം ചില പോസ്റ്റുകളൊക്കെ കാണാറുണ്ടല്ലോ. അപ്പം അങ്ങനെ ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാരണം കമന്റ് ബോക്സ് മുഴുവൻ വായിച്ചിട്ട് അതിൽ നിന്നൊരു അഭിപ്രായം സ്വരുക്കൂട്ടിയിട്ട്, ഇപ്പം ഞാൻ പറയുന്നതിനേക്കാൾ കമന്റ് ബോക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിൽ നിന്ന് അഭിപ്രായം സ്വരുക്കൂട്ടി സിനിമയ്ക്ക് പോകാൻ തയ്യാറെടുക്കുന്നവരും ഉണ്ടായേക്കാം. അവരെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് കമന്റ്സിൽ അഭിപ്രായം രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.